back to my channel. ഞാനിവിടെ 1 കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവർ ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണിത്. അതിനുശേഷം വേറൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈദയും കോൺഫ്ലവർ ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം പിന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി. അതുപോലെ 2 ചെറിയ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാൻ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിയില്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മൈദയും കോൺഫ്ലോറും പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ബാറ്റർ അധികം ലൂസ് ആവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറഞ്ഞതൊരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം മീഡിയം തീയിൽ വെച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങ് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് അങ്ങ് ക്രിസ്പി ആയി കിട്ടും. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതങ്ങ് കോരി മാറ്റാം. ഒരു ടിഷ്യൂ വെച്ച പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുവാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അങ്ങ് അബ്സോർബ് ആയി കിട്ടും. ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം അതേ പാനിൽ കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും. അതിനുശേഷം ഒരു അര സവാള, ഇച്ചിരി വലിയ സവാള ആയിരുന്നു, അതുകൊണ്ട് അര സവാള ഞാൻ മുറിച്ച് നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു പിടി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ, സെലറി ഉണ്ടെങ്കിൽ സെലറി ഇടാം. അതിനുശേഷം ഒരു 7 പച്ചമുളക് ഞാൻ നീളത്തിൽ കീറിയതാണിത്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പച്ചമുളകാണ് എരിവിന് വേണ്ടി ഇടുന്നത് ഇതിൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണേൽ ഇട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സോസ് പിന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സായി തിളച്ച് വരണം.
ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതുണ്ട്, അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്രയും തിക്കാക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ തന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സോസിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു പിടി സവാള ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ താഴെയായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.